സാറേ, ഞാൻ അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ചോട്ടെ? സംസാരിച്ചോളൂ, പക്ഷെ തല്ലും വഴക്കൊന്നും ഉണ്ടാക്കരുത്. എന്താ സാറേ, അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ആളെ എങ്ങനെ തല്ലാനാണ്? സംസാരിച്ചോളൂ. അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആളെ എങ്ങനെ തല്ലാനാണല്ലേ? പക്ഷെ തല്ലിക്കാൻ പറ്റില്ലേ? താനെന്നെ തല്ലിയല്ലേ? വാടോ, എസ് ഐ കണ്ടിട്ട് വരാം. ആ പറഞ്ഞ വക്കീലേ, ഇരിക്കണം. പറ, എന്ത് വേണം? എഫ്ഐആർ ഇട്ടോ? വക്കീൽ പറഞ്ഞാൽ ഇടും, ഇല്ലെങ്കിൽ വേണ്ട. കുറച്ചു ദിവസം അകത്ത് കിടക്കട്ടെ സാറേ, എന്നാലേ അവളുടെയും അച്ഛൻ്റെയും ആ ചാട്ടം ഒന്നും നിൽക്കുള്ളൂ. മോനാ, തൻ്റെ ആവശ്യം എന്തായിരുന്നു? ആവണിയെയും അവളുടെ അച്ഛനെയും കരയിപ്പിക്കണം, അത് കാണണം. അത് നടന്നില്ലേ? നടന്നു. പിന്നെ യശോദാമ്മ പറഞ്ഞു 2 പൊട്ടിക്കണമെന്ന്, അതും നടന്നു. ഇതുപോരെ, എഫ്ഐആർ ഒക്കെ ഇടണം. എന്നാലും പെട്ടെന്നങ്ങ് ഇറങ്ങിപ്പോയാ ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ. ആരും ഇറക്കാൻ വന്നില്ലെങ്കിലും മേളിൽ നിന്ന് കോളൊന്നും വന്നില്ലെങ്കിലും ഒരു ദിവസം ഇവിടെ കിടത്താം, കുഴപ്പമൊന്നുമില്ല. മതി, അത് മതി. മാക്സിമം നേരെ ഇവിടെ ഇങ്ങോട്ട് ഇരിക്കാൻ മതി. എന്നാൽ തനിക്ക് കുറച്ചുകൂടെ സുഖം കിട്ടുന്ന ഒരു കാര്യം പറയട്ടെ. ആ പറയും. ആവണി കരഞ്ഞ് തൻ്റെ കാല് പിടിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ലേ? കൊണ്ടുപോക്കില്ലേ? സുധ ആരെ കൊണ്ടേലും വിളിപ്പിക്കുന്നിടം വരെ നമുക്ക് സമയമുണ്ട്. താനേ ആവണിയോട് പോയി പറ, അവളുടെ അച്ഛൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കണമെങ്കിൽ തൻ്റെ കാലേ വീണ് കരയാൻ പറ. എന്തു പറയുന്നത് സാറേ? വക്കീൽ എന്ത് പറഞ്ഞാലും അതുപോലെ ഞാൻ ചെയ്യും. കാരണം അതുപോലെയാണ് വക്കീൽ എന്നെ സഹായിച്ചിട്ടുള്ളത്. എന്നാ വാ മോനാ, സാറും വാ. ശരി. മോനൻ കേസ് പിൻവലിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മോന് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. മോനാ, അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഒരാള് എന്നെ തല്ലിയത് ഞാൻ ക്ഷമിക്കാം. പിന്നെ ആവണി 2 കാര്യങ്ങളും കൂടെ സമ്മതിക്കണം. ഒന്ന്, ആവണിക്ക് ഇപ്പൊ കിട്ടിയ ജോലിക്ക് പോകാൻ പാടില്ല. 2, ഞാൻ ഈ കേസ് പിൻവലിക്കണമെങ്കിൽ ഇവളെന്റെ കാലേ വീണ് അപേക്ഷിക്കണം ഈ കേസ് പിൻവലിക്കാൻ.